നമസ്കാരം, ഞാൻ ശക്തി. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അശ്വതി നക്ഷത്ര ജാതകരുടെ 5ാമത്തെ ദശാകാലമായ ചൊവ്വ ദശാകാലത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. നമ്മൾ അശ്വതി നക്ഷത്രം സംബന്ധിച്ച് ദശാകാലത്തെ വിവരിച്ചു കൊണ്ടിരുന്ന 5ാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ജനന ദിവസം മുതൽ ഏകദേശം 3.5 വയസ്സ് വരെ കേതു ദശാകാലമാണെന്നും അതിൻ്റെ വിവരങ്ങളും, രണ്ടാമത്തെ വീഡിയോയിൽ 3.5 വയസ്സ് മുതൽ 23.5 വയസ്സ് വരെ ശുക്രദശാകാലമാണെന്നും അതിൻ്റെ വിവരങ്ങളും, മൂന്നാമത്തെ വീഡിയോയിൽ 23.5 വയസ്സ് മുതൽ 29.5 വയസ്സ് വരെ ഏകദേശം 30 വയസ്സ് വരെ സൂര്യദശയാണെന്നും അതിൻ്റെ വിവരങ്ങളും, നാലാമത്തെ വീഡിയോയിൽ 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ചന്ദ്രദശാകാലമാണ് എന്ന വിവരങ്ങളും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും. നമ്മൾ ഇന്ന് പറയുന്നത് 40 വയസ്സ് മുതൽ 47 വയസ്സ് വരെ ഏകദേശം അനുഭവത്തിൽ വരാനിടയുള്ള ചൊവ്വ ദശാകാലം. ജനനസമയത്തെ ആശ്രയിച്ചുള്ള ഗർഭശിഷ്ടാകാലം അനുസരിച്ച് സൂര്യദശാകാലം അനുഭവത്തിൽ വരുന്ന 40 വയസ്സെന്നുള്ളത് ചില ഒരുപക്ഷെ 37 മുതൽ ആകാം, അല്ലെങ്കിൽ 43 മുതൽ, അങ്ങനെ ചെറിയ വ്യത്യാസം ഉണ്ടായാൽ പോലും ചൊവ്വ ദശാകാലം എന്ന് പറയുന്നത് 7 വർഷം ഇവരനുഭവിക്കേണ്ടി വരും. ഏകദേശ കണക്കനുസരിച്ച് നമ്മൾ പ്രായം കണക്ക് കൂട്ടിയാൽ അശ്വതി നക്ഷത്രജാതന് 40 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള കാലഘട്ടം ചൊവ്വ ദശാകാലമാണ്. ഈ ഒരു ദശാകാലത്തെ പ്രത്യരി നക്ഷത്ര ദശാകാലം എന്നാണ് പൊതുവെ പറയാം. അതായത് ഗുണമാണോ എന്ന് ചോദിച്ചാൽ ഗുണമാണ്, എന്നാൽ അതിൽ ചില ദോഷാനുഭവങ്ങളില്ലേ? ഉണ്ട്. ഗുണദോഷ സമ്മിശ്രം എന്ന് പറഞ്ഞാൽ പോലും പ്രധാനപ്പെട്ട ചില വെല്ലുവിളികൾ ഏറ്റെടുത്ത് ചില മാനസിക സംഘർഷങ്ങൾക്ക് വിധേയമാകേണ്ടി വരുന്ന ഒരു കാലഘട്ടം. ഏതൊരു അശ്വതി നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് മേടക്കൂറിൻ്റെ അധിപനായിട്ടുള്ള കുജൻ അഥവാ ചൊവ്വ, ഇവർക്ക് ജാതകത്തിൻ്റെ 12 രാശികളിൽ ഏതെങ്കിലും ഒരു രാശിയിൽ ശുഭനായിട്ട് നിൽക്കുന്നവോ അശുഭനായിട്ട് നിൽക്കുന്നവോ എന്നതിനെ കൂടെ ആശ്രയിച്ചായിരിക്കും ചൊവ്വ ദശാകാലത്തിൻ്റെ ഫലങ്ങൾ ഗുണമോ ദോഷമോ എന്ന് പൂർണ്ണമായും നിർണ്ണയിക്കാൻ പറ്റും. ചൊവ്വ അഥവാ കുജൻ തന്നെയാണ് ചൊവ്വ. അപ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഏതെങ്കിലും ഒരു അശ്വതി നക്ഷത്രജാതൻ്റെ ജാതകത്തിൽ യോഗകാരകനോ ശുഭസ്ഥിതനായ ലഗ്നാധിപനോ ഒക്കെ ആണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ. അത് കാരണം ഇവരുടെ ഒരു പ്രായപൂർത്തിയായതിനു ശേഷം ഏകദേശം 40 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുജൻ വരിക എന്ന് പറയുന്നത് ചില തിരിച്ചറിവുകൾ, ചില വിട്ടുകൊടുക്കലുകൾ, ചില നേട്ടങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നതാണ്. ശുഭനായിട്ടുള്ള ചൊവ്വ ദശാകാലമാണെങ്കിൽ വനപർവ്വത പ്രദേശങ്ങളിലും യുദ്ധഭൂമികളിലുമുള്ള യാത്രകൾ വേണ്ടി വന്നേക്കും. അതോടൊപ്പം തന്നെ കുടുംബപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകൾ ഉണ്ടാകാനായിട്ടിടയും. ഒന്നും വേണ്ട, ഒരു ചെറിയ ഒരു അതിര് തർക്കം, വസ്തു തർക്കം, ഭൂമി സംബന്ധമുള്ള തർക്കങ്ങളൊക്കെ ചൊവ്വ ദശാകാലത്തുണ്ടാവാം. ഭൂമി സംബന്ധമായിട്ടൊരു തർക്കം വന്നു, അതിന് പോലീസ് സ്റ്റേഷൻ ചെന്നു, ഒരു ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ രീതിയിൽ ഫലം ചുരുങ്ങിയാലും അതല്ല ആയുധപ്രയോഗം മൂലമുള്ള മുറിവുകൾ ഉണ്ടാവുകയും അതേ സംബന്ധിച്ചിട്ടുള്ള കേസ് വഴക്കുകൾ ഉണ്ടാവുകയും ചെയ്താലും ചൊവ്വ ദശാകാല ഫലം അനുഭവം എന്ന് തന്നെ പറയാം. സൈന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ നിയമ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ജോലി കിട്ടാനിടയുള്ളൊരു കാലഘട്ടമാണ് ചൊവ്വ ദശാകാലം എന്ന് പറയുന്നത്. ശുഭനായിട്ടുള്ള ചൊവ്വ ദശാകാലം. വെടിക്കോപ്പുകളുമായിട്ടുള്ള ഒരു ഇടപഴകൽ, യുദ്ധഭൂമിയും യുദ്ധ വസ്തുക്കളുമായിട്ടുള്ളൊരു ബന്ധപ്പെടൽ, സൈന്യവും സൈന്യ മേഖലകളുമായിട്ടുള്ളൊരു ബന്ധപ്പെടൽ, ഇവയൊക്കെ തന്നെ ചൊവ്വ ദശാകാലത്ത് ലഭിക്കാനിടയുള്ള ജോലി സാധ്യതകളാണ്. അതോടൊപ്പം തന്നെ തർക്കഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കേണ്ടി വരിക, കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറയേണ്ടി വരിക,
ബന്ധുജനങ്ങളും സഹോദര സ്ഥാനീയരുമായിട്ട് കലഹം, വഴക്ക്, കേസ് വഴക്ക്, ഇവയൊക്കെ അശുഭ ചൊവ്വാദശാകാലത്തിൽ പ്രതീക്ഷിക്കും. ചൊവ്വ ഗുണവാനല്ല, ബലവാനല്ല, ദോഷകാരകനായിട്ടാണ് ജാതകസ്ഥിതി എങ്കിൽ സഹോദരന്മാരുമായിട്ടുള്ള യുദ്ധം സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള യുദ്ധം സാധ്യതയുണ്ട്. ലോഹവസ്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കം, ലോഹവസ്തുക്കൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇരുമ്പിൽ നിർമ്മിതമായ വസ്തു മുതൽ സ്വർണ്ണ നിർമ്മിതമായ വസ്തുവിലേക്ക് വരെ എത്താം ആ തർക്കത്തിൻ്റെ വിഷയങ്ങൾ. ഇങ്ങനെ ഇതോടൊപ്പം തന്നെ ചൊവ്വയെ കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് രക്തസംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ, പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷർ മുതൽ ബ്ലഡ് ക്യാൻസർ വരെ പറയാം. ചൊവ്വ അതിനീചനായിട്ടൊക്കെ നിൽക്കുകയാണ്. ഒരു തരത്തിലും ചൊവ്വ നമുക്ക് ജാതകത്തിൽ ശുഭത്വം കൽപ്പിക്കാൻ പറ്റത്തില്ല എങ്കിൽ രക്തദൂഷ്യ രോഗങ്ങൾ വരെ പറയാം. ചൊവ്വയുടെ ബലാബലമനുസരിച്ചായിരിക്കും രോഗസാധ്യത. ഈ ചെമ്പവിഴം ധരിച്ചാൽ അത് ചേരാത്തവർക്ക് BP കൂടുമെന്ന് പറയുന്നത് പോലെ ചെമ്പവിഴമാണ് കുജനുമായിട്ട് ബന്ധപ്പെട്ട രത്നം. ആ ചെമ്പവിഴത്തിനെ കൽപ്പിക്കുന്ന ഏത് തരത്തിലുള്ള തനത് സ്വഭാവം ചൊവ്വയെ കൊണ്ട് പറയാം. നേത്രങ്ങൾക്ക് അല്പം ക്രൂരത വരിക, ക്രൂരകർമ്മങ്ങൾ ചെയ്യാനിടയാവുക, ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്നവരുമായിട്ട് സഹവാസം ഉണ്ടാവുക, ദുഷ്ടജനങ്ങളുമായിട്ട് വിരോധവും അതുവഴി ശത്രുതയും ഉണ്ടാവുക, പ്രബലന്മാരുമായിട്ടുള്ള ശത്രുത ഉണ്ടാവുക, ഇവയൊക്കെ ചൊവ്വാദശാകാലത്തുള്ള ഫലങ്ങളാണ്. അതുപോലെ രോഗദുരിതങ്ങൾ, വിവിധ തരത്തിലുള്ള രോഗദുരിതങ്ങൾ, മരണപ്പെട്ടു പോയേക്കും എന്ന് ഭയപ്പെടുന്ന രോഗം വരെ ചൊവ്വാദശാകാലത്തിൽ വന്നു പോകാം. സഹോദരന്മാരുമായിട്ടൊക്കെ വളരെ രമ്യതയിലാണ് ചൊവ്വാദശാകാലത്ത് പൊതുവെ ശുഭനായിട്ടുള്ള ചൊവ്വാദശാകാലത്ത് പോകേണ്ടത്. സഹോദരന്മാരുമായിട്ടുള്ള വിരോധമടക്കം മാറി ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഐക്യത്തോടു കൂടെ പോകേണ്ടതാണ് ശുഭനായിട്ടുള്ള ചൊവ്വാദശാകാലം. പക്ഷേ അശുഭനാണ് ചൊവ്വ എങ്കിൽ വലിയ പ്രതിസന്ധികളിലേക്കും വഴക്കുകളിലേക്കും മാനസിക ക്ഷോഭങ്ങളിലേക്കും ശരീരത്തിന് ചൂട് വർദ്ധിക്കുന്നതടക്കമുള്ള മേഖലകളിലേക്ക് അത് വ്യാപിക്കും. ഈ ചൊവ്വയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ വിവാഹം മുടക്കിയാണ് ചൊവ്വ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അതുപോലെ തന്നെ ചൊവ്വ വിവാഹം മുടക്കി എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ ചൊവ്വാദോഷം കൊണ്ട് വിവാഹം നടക്കില്ല എന്ന് എഴുതിത്തള്ളുന്ന ഒരു 90% ജാതകങ്ങൾ അങ്ങനെ പറയാൻ പറ്റുന്നതല്ല. 7 8 ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് മാത്രം ചൊവ്വാദോഷം പറയാൻ പറ്റില്ല. അപ്പോൾ ചൊവ്വയെ നമ്മൾ ചൊവ്വാദോഷകാരകനായിട്ട് എങ്ങനെയാണോ തെറ്റിദ്ധരിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ ഗൗരവത്തിൽ സമീപിക്കേണ്ടുന്ന ഒരു ദശാകാലം. രക്തസ്രാവം ഉണ്ടാവുക ചൊവ്വാദശാകാലത്താണ്. രക്തസ്രാവം കൊണ്ട് മരണമുണ്ടാവുക അത് ചൊവ്വാദശാകാലത്താണ്. അപ്പോൾ ചൊവ്വ ശുഭനായിട്ട് നിന്നാൽ സൈന്യങ്ങളുടെ മേലാഭിയാകാൻ, അതായത് സൈന്യം പോലീസോ അല്ലെങ്കിൽ പട്ടാളവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ മേഖലയിൽ ഉന്നത പദവി അലങ്കരിക്കുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൈന്യങ്ങൾ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള മേഖലകളിലെ കാര്യോപദേഷ്ടാവാകാനുള്ള സാധ്യത, അത്തരം മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ളൊരു സാധ്യത, സാഹസിക പ്രവർത്തികൾ കൊണ്ട് എന്ത് നേടിയെടുക്കുവാനുള്ളൊരു ത്വര, ധീരതയും കയ്യൂക്കും കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രണത്തിലാക്കാമെന്ന് കരുതുന്ന ഒരു മനോഭാവം, ഇവയൊക്കെ തന്നെ ചൊവ്വാദശാകാലത്തെ പ്രത്യേകത. ചൊവ്വ ശുഭനാണെന്നുണ്ടെങ്കിൽ കനകം കൊട്ടെന്ന് കൊട്ടുമെന്നാണ്. അതായത് സ്വർണം ഒരുപാട് വാങ്ങിക്കൂട്ടാൻ പറ്റും. ചൊവ്വ നീചനാണെങ്കിൽ കനകം കണ്ണിന് പോലും കാണാൻ പറ്റില്ല, കാരണം ഉള്ളതെല്ലാം പണയം വെക്കേണ്ടി വരുന്നതാണ്. ഇപ്പോൾ ചൊവ്വാദശാകാലം എന്ന് പറയുന്നത് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ജാതകമനുസരിച്ച്. എങ്കിലും ചൊവ്വാദശാകാലത്തിൽ ആന്തരിക അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രക്തസ്രാവം, തലയിൽ നിന്നുള്ള രക്തസ്രാവം എന്നിങ്ങനെയൊക്കെയുള്ള അപകടത്തിനൊക്കെ സാധ്യതയുള്ളതാണ് ചൊവ്വാദശാകാലം. അപ്പോൾ ചൊവ്വാദശാകാലത്ത് നമ്മൾ വളരെയേറെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടി മുന്നോട്ട് പോകണം. ചൊവ്വാദശാകാലത്ത് അനാവശ്യമായിട്ടുള്ള കേസ് വഴക്കുകളിലും ബഹളങ്ങളിലുമൊക്കെ പോയാൽ ചൊവ്വ ശുഭനല്ലെങ്കിൽ അതൊക്കെ നമുക്ക് വലിയ തിരിച്ചടി, നിയമപരമായിട്ടുള്ള പ്രതികൂലത സൃഷ്ടിക്കും. അനുകൂലമായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ നിയമപരമായിട്ട് എത്ര വലിയ കുരുക്ക് വന്നാലും
ആ കുരുക്കൊന്നും വലിയ കുരുക്കല്ല എന്ന രീതിയിൽ നയത്തിൽ പരിഗണിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ചൊവ്വ ദശാകാലം എന്ന് പറയുന്നത് 7 വർഷമാണ്. അശ്വതി നക്ഷത്ര ജാതരെ സംബന്ധിച്ച് ഏകദേശ കണക്കനുസരിച്ച് അവർക്ക് 40 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ചൊവ്വാദശാകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ചൊവ്വാദശാകാലത്തിൽ ശുഭനായിട്ടുള്ള ചൊവ്വ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരും. അശുഭനായിട്ടുള്ള ചൊവ്വ ശാരീരികമായിട്ടുള്ള ആയുധം കൊണ്ടുള്ള മുറിവ് മുതൽ വൈദ്യുതാഘാതം, മിന്നലേൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള ദുരനുഭവങ്ങൾക്കും ഇടയാക്കുമെന്നാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കേണ്ടത്. ചൊവ്വാദശാകാലത്തെ പ്രീതിക്കായിട്ട് ജ്യോതിഷപരമായിട്ട് നിർദ്ദേശിക്കുന്ന ചൊവ്വയുടെ മൂർത്തി എന്ന് പറയുന്നത് ഭൈരവി അഥവാ ഭദ്രകാളി, അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയാണ്. ചൊവ്വാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക, ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, ഭൈരവിയെയോ സുബ്രഹ്മണ്യ സ്വാമിയെയോ ഉപാസിക്കുക, പ്രാർത്ഥിക്കുക, ദർശനം നടത്തുക, ചുവപ്പ് നിറത്തിലുള്ള പുഷ്പങ്ങളിൽ അർച്ചന നടത്തുക, പഞ്ചാമൃതം കടുംബായുസം പോലെയുള്ളവ വഴിപാടാക്കുക, ചൊവ്വാഴ്ച ദിവസം ഉപവാസ വ്രതാനുഷ്ഠാനമായിട്ടൊക്കെ പ്രാർത്ഥനയും പൂജയും ഒക്കെ നടത്തുക എന്നുള്ളതാണ് ചൊവ്വ ദോഷപരിഹാരമായിട്ട് പറയുന്നത്. പിന്നെ ചായില്യം, കുറുന്തോട്ടി, സർപ്പജുഹ, ചായില്യം, കുറുന്തോട്ടി, സർപ്പജുഹ എന്ന് പറയുന്ന ആയുർവേദ വസ്തുക്കൾ തീരെ ചെറിയ അളവിലിട്ട് തിളപ്പിച്ചാറിയ ജലം കൊണ്ട് ചൊവ്വാഴ്ച ദിവസം ഉദയം മുതൽ 1 മണിക്കൂറിനുള്ള സമയത്തിൽ ദേഹം കഴുകുന്നതും, അനന്തരം ചുവന്ന നിറത്തുള്ള വസ്ത്രം ധരിക്കുന്നതും, കുങ്കുമം തിലകം ധരിക്കുക, സിന്ദൂരം ധരിക്കുന്നത്, ചൊവ്വാദശകാലത്ത് സിന്ദൂരം പതിവായിട്ട് ധരിക്കുകയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ധരിക്കുകയോ ചെയ്യുന്നതും ദോഷപരിഹാരമാണ്. നേരത്തെ പറഞ്ഞ പോലെ ചൊവ്വ പ്രീതിക്ക് വേണ്ടിയിട്ട് ധരിക്കുന്നത് ചെമ്പവിഴാണ് രത്നം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സുബ്രഹ്മണ്യ സ്വാമിക്കാണെങ്കിൽ കുങ്കുമാർച്ചന, നാരങ്ങാമാല സമർപ്പണം, പഞ്ചാമൃത നിവേദ്യ സമർപ്പണം, ചുവപ്പ് ഉടയാട സമർപ്പണം എന്നിങ്ങനെയുള്ളൊരു തരത്തിലേക്ക് അതിൻ്റെ പരിഹാരം അറിയുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും ഭദ്രകാളി ഉപാസനയാണെങ്കിലും അല്ല ഭൈരവി ഉപാസനയാണെങ്കിലും സുബ്രഹ്മണ്യ സ്വാമിയുടെ ഉപാസനയാണെങ്കിലും ചൊവ്വാദശാകാലത്ത് കൂടുതൽ ദോഷശമനം ഉണ്ടാക്കാറുണ്ട്. ചൊവ്വാദശാകാലത്ത് കൂടുതൽ നമ്മൾ കോപത്തെ നിയന്ത്രിക്കുക, വളരെ വേഗത്തിൽ ദേഷ്യം വരും, ശരീരത്തിന് അമിതമായിട്ടുള്ള ചൂട് അനുഭവപ്പെടും, തല വിയർക്കും, അമിതമായിട്ട് തല വിയർക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൻ്റെ ശരിയും തെറ്റും ചിന്തിക്കാതെ അത് നടത്തി മാറ്റിയിട്ട് തന്നെ ബാക്കി കാര്യം തന്നെ പറയുന്ന ഒരു കടും പിടുത്തത്തിലൂടെ കടന്നു പോവുക. ഇങ്ങനെയൊക്കെയുള്ള ഷാഢ്യ സ്വഭാവങ്ങൾ കുറയ്ക്കണം. അതുപോലെ തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലും പോയി ചാടാതിരിക്കുക. ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾക്ക് ഇരയാകാതെ സൂക്ഷിക്കണം. ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്താതിരിക്കണം. അതുപോലെ തന്നെ വാഹനവുമായിട്ട് ബന്ധപ്പെട്ടും വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ടും വെടിക്കോപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ അപകടങ്ങൾ വരാതിരിക്കുവാനും സൂക്ഷിക്കണം. ഇതൊക്കെ സൂക്ഷിക്കണമെന്ന് പറയുന്നത് ജാതകവശാൽ ചൊവ്വ നീചസ്ഥാനത്താണെങ്കിലാണ്. എന്നാൽ പോലും അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ മേടൻ രാശിയിലെ അധിപൻ ചൊവ്വയാകുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകത്തില്ല. ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന സ്വഭാവവും ഫലങ്ങളും ഒക്കെ ചൊവ്വ ദശാകാലത്തിലെ പൊതുഫലങ്ങളാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ചെറിയ ചെറിയ രോഗദുരിതങ്ങളോ ചെറിയ ചെറിയ കേസ് വഴക്കുകളോ ഒക്കെ ഉണ്ടായാൽ പോലും സാമ്പത്തികമായിട്ടൊരു ഭദ്രതയിലൂടെയും ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ കരകതമാക്കുന്നതടക്കമുള്ള നേട്ടങ്ങളിലൂടെയും കടന്നു പോകാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടെ ആയിരിക്കും ചൊവ്വാദശാകാലം എന്നാണ് നമുക്ക് പറഞ്ഞ് ഇവിടെ ലഘൂകരണമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. അടുത്തത് നമ്മൾ അശ്വതി നക്ഷത്രക്കാരുടെ 6ാമത്തെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ഏകദേശം 47 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള രാഹുർ ദശാകാലത്തെക്കുറിച്ചാണ്. അതൊരടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്ത് ഇടുന്നതാണ്.